ശരത്തേട്ടാ, 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 നീ ഈ രാത്രിയിൽ എവിടെ പോയതാ? അത് ആരോ വന്നതുപോലെ തോന്നി. ഈ രാത്രി ആര് വരാൻ? അല്ല, ശരത്ത് ഇതുവരെ വന്നിട്ടില്ലല്ലോ. അയാള് വന്നതുപോലെ തോന്നിയേ. ശരത്ത് വന്ന തനിച്ചെന്ന് വാതിൽ തുറക്കരുതെന്ന് ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലേ? എന്നെന്താ വിളിക്കാതിരുന്നേ? ചേച്ചി, സത്യത്തില് ഞാനല്ല, മറ്റാരോ. പെട്ടെന്ന് ഞെട്ടി എണീക്കായിരുന്നു. നോക്കിയപ്പോ പുറത്താരോ വേണമെന്ന് വെച്ചിട്ട് വാതില് തുറന്നതല്ല, ആരോ എന്നെ കൊണ്ടങ്ങനെ ചെയ്യിക്കായിരുന്നു. പ്രിയേ, ഞാൻ ഈ മുന്നറിയിപ്പൊക്കെ തരുന്നതേ നിന്റെ കൂടെ നന്മയ്ക്ക് വേണ്ടിട്ടാ. കൊലപാതകം നടത്താൻ ഒരു മടിയില്ലാത്തവനവൻ ആ ശരത്ത്. ഇത് ഞാൻ പണ്ട് നെറ്റിയോടും പറഞ്ഞിട്ടുള്ളതാ. അവളത് കേട്ടില്ല. അതിന്റെ അപ്പാവും ആ ഗതി നിനക്കുണ്ടാവരുന്ന എനിക്ക് നിർബന്ധമുണ്ട്. എനിക്കറിയാം ചേച്ചി, ഇത്തവണത്തേക്ക് ചേച്ചി ക്ഷമിക്ക്. ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. ചെയ്യരുത്. നഷ്ടപ്പെടാൻ അവനൊന്നുമില്ല. പക്ഷെ നിനക്ക് അങ്ങനെയല്ല. നീ വേറെ വീട്ടിലെ കുട്ടിയാ. ഇവിടെ ഒന്ന് താമസിച്ചിട്ടെ നിനക്ക് എന്തെങ്കിലും അപകടം പറ്റിയാ ഞാൻ എന്ത് സമാധാനം പറയും നിന്റെ വീട്ടുകാരോട്? അതുകൊണ്ട് ഈ എടുത്തചാട്ടൊന്നും വേണ്ട പ്രിയേ. ഒരപകടം വരുത്തി വെച്ചിട്ട് അതിന്ന് രക്ഷപ്പെടുന്നതല്ല മിടുക്ക്. അപകടം വിളിച്ചു വരുത്താതിരിക്കുന്നതാ. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എന്നപ്പോ കിടന്നുറങ്ങാൻ നോക്ക്. ചേച്ചി, എന്തായിരിക്കും ചേച്ചി ശരത്തിന്റെ അവസാനം? അത് മരണമായിരിക്കില്ലേ? ആയുസെത്താതെയുള്ള മരണം ആയിരിക്കണ്ടേ? അവനെ അങ്ങനെ നിയമത്തിന് വിട്ടുകൊടുക്കാൻ പറ്റും? അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? എത്ര പേരാ അവന്റെ കൈകൊണ്ട് മരിച്ചത്? അതിനൊക്കെ പ്രതികാരം ചെയ്യണ്ടേ?